പൊരുത്തപ്പെടാത്ത ഒന്നും എന്റെ കയ്യിൽ വരരുതെന്നവർക്ക് നിർബന്ധമാണ്. ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അത് പൊരുത്തപ്പെടണമെന്നവർക്ക് നിർബന്ധമാണ്. അതല്ലേ മജൂസിയുടെ ചുമരിന്റെ മേലെ നജസ് തെറിച്ചപ്പോൾ ബേജാറ് തന്നെ. അതല്ലേ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അവരല്ലേ പടച്ച റബ്ബിന്റെ ഔലിയാക്കൾ, അവരല്ലേ മുൻഗാമികളായ ഇമാമിങ്ങൾ, അവരല്ലേ ഇസ്ലാം മതം പ്രചരിപ്പിച്ചവർ. അവരെ കണ്ടിട്ടല്ലേ, അവരുടെ ആത്മീയത കണ്ടിട്ടല്ലേ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഒഴുകി വന്നത്. സഹോദരന്മാരെ, ഞാനതിലേക്ക് ഇപ്പോൾ കടന്നു സംസാരിക്കുന്നില്ല. അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാൾ മറ്റൊരു സൃഷ്ടിയുമായുള്ള മനുഷ്യന്റെ കടപ്പാടുകളാണ്. അത് അല്ലാഹു പൊറുക്കുന്നതല്ലല്ലോ, അത് സൃഷ്ടികൾ തന്നെ പൊറുക്കേണ്ടതുണ്ടല്ലോ. ഇനി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു അധിപനാണെന്ന് പറഞ്ഞില്ലേ? മാലിക് യൗമിദ്ദീൻ എന്ന സ്ഥലത്ത് രണ്ട് നിലക്കുള്ള ഓത്തുണ്ട്. ഒന്ന് മലിക് യൗമിദ്ദീൻ എന്നാണ്. അങ്ങനെ ഓതിയാലും തെറ്റല്ല, അതും ശരിയായ ഓത്താണ്. മാലിക് യൗമിദ്ദീൻ എന്നും ഓതാവുന്നതാണ്, അതും ശരിയായ ഓത്ത് തന്നെയാണ്. അപ്പൊ മാലിക് യൗമിദ്ദീൻ എന്നും ഓതാം, മലിക് യൗമിദ്ദീൻ എന്നും ഓതാം. ഇതിൽ ഏതാണ് കൂടുതൽ അർത്ഥസമ്പുഷ്ടിയുള്ളത് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാര് വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേക്ക് അത്ര വിശാലമായ ചർച്ചകളിലേക്ക് വഅദിന്റെ സദസ്സിൽ കടക്കാൻ കഴിയില്ലല്ലോ, അത് ദർസിലല്ലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ സാരാംശങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കണമെങ്കിൽ മക്കളെ, കൊല്ലങ്ങളോളം പള്ളി ദർസുകളിൽ, അതുപോലെ നന്നായി പഠിപ്പിക്കുന്ന ദീനിയായ വിദ്യാഭ്യാസം നൽകുന്ന കോളേജുകളിൽ ഉസ്താദുമാരിൽ നിന്ന് നന്നായി പഠിക്കേണ്ടതുണ്ട്. വഅദിലൊന്നും കൂടുതലൊന്നും പറയാൻ സാധ്യമല്ല. ചുരുക്കി മാത്രം പറയട്ടെ, മലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ അധിപനെന്നാണ്, രാജാവെന്നാണ്. അതേസമയത്ത് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനെന്നാണ്. അപ്പൊ ഉടമസ്ഥനാണ് അല്ലാഹു തആല, അധിപനാണ് അല്ലാഹു തആല. രണ്ടും ശരിയാണ്. അധിപൻ അല്ലാഹു തന്നെ, പക്ഷെ കാരുണ്യം ജ്വലിക്കുന്ന അധിപനാണ്. ഫലസ്തീനിലെ മക്കളുടെ തലയിൽ, അഫ്ഗാനിസ്ഥാനിലെ കുഞ്ഞുമക്കളുടെ തലയിൽ, ഇറാഖിലെ പാവപ്പെട്ട സ്ത്രീകളുടെയും മക്കളുടെയും തലയിൽ കൊണ്ടുപോയി മിസൈല് പതിപ്പിക്കുന്ന അധിപനല്ല, മറിച്ച് അതുപോലെ അക്രമം കാണിക്കുന്ന അധിപനല്ല, മറിച്ച് വല്ലാത്ത കാരുണ്യം ചെയ്യുന്ന അധിപനാണ് അല്ലാഹു തആല. അതിന്റെ പുറമെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. അവൻ ഉടമസ്ഥനായതുകൊണ്ട് തന്നെ നാം ഉടമസ്ഥനിൽ നിന്നല്ലേ അടിമകൾക്കെല്ലാം കിട്ടേണ്ടത്. അതുകൊണ്ടെല്ലാം അവനിൽ നിന്ന് ഇവിടെയും കിട്ടണം, അവിടെയും കിട്ടണമെന്ന് നമ്മൾ അവനിൽ പ്രതീക്ഷയർപ്പിക്കുന്നു. ഉടമസ്ഥനല്ലേ കൊടുക്കുന്നവൻ. സഹോദരന്മാരെ, ഞാൻ ഇടയ്ക്ക് മുത്തലിബ് ഉസ്താദ് ഓർമ്മിപ്പിച്ചൊരു കാര്യം മുതഅല്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. മലിക് യൗമിദ്ദീൻ എന്ന് ഓതാം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്, ഓ കുട്ടികളെ, നിങ്ങളാരും പോയിട്ടിനി ഖുർആൻ ഫാത്തിഹ ഓതിയിട്ട് ഇമാമത്ത് നിൽക്കുമ്പോ മലിക് യൗമിദ്ദീൻ എന്നൊരു പുതിയ ഓത്ത് ഓതണ്ട കേട്ടോ. കാരണം അത് മുത്തലിബ് ഉസ്താദിന് ഞാൻ നന്ദി പറയുന്നത് ഓർമ്മിപ്പിച്ചതിന്റെ പേരിൽ. അങ്ങനെയും അവിടെ ഓതാം, ഓത്തുണ്ട്. പക്ഷേ പെട്ടെന്ന് പോയിട്ടൊരു പള്ളിയിൽ നിന്ന് മലിക് യൗമിദ്ദീൻ എന്ന് ഓതിയാൽ അന്ന് തല്ലുണ്ടാകാൻ അത് മതിയാകും. അതിന്റെ പുറമേ നാട്ടിൽ കുഴപ്പമുണ്ടാകാൻ അതിയാകും. എപ്പോഴും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ 7 ഇമാമിങ്ങൾ ഓതിപ്പഠിപ്പിച്ചതുപോലെ മാത്രമേ ഓതാൻ പാടുള്ളൂ. അതിൽ നമ്മളിപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് അനുസരിച്ചാണ്. ആ ഇമാം ഓതിയതുപോലെയാണ് നമ്മൾ ഫാത്തിഹ ഓതേണ്ടത്. അങ്ങനെയാണ് ഫാത്തിഹയുടെ തുടക്കം മുതൽ അവസാനം വരെ ഓതേണ്ടത്. ഒരു സൂറത്തിൽ കടന്നാൽ ആ സൂറത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു ഇമാം
ഓതിയതുപോലെ ഓതണം എന്ന് പറഞ്ഞവരും ഉണ്ട്. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ആളുകൾക്ക് സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളും ആളുകൾക്കിടയിൽ ചർച്ച വലിച്ചിടുന്ന കാര്യങ്ങളും പണ്ഡിതന്മാരിൽ നിന്ന് അനാവശ്യമായി ഉണ്ടായിപ്പോകരുത്. പഠന സമയത്ത് വിഷയങ്ങൾ പഠിപ്പിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടേതൊരു ക്ലാസ് മാതിരിയുള്ള ഒരു വേദായതുകൊണ്ട് ഞാൻ ആ കാര്യം കൂടി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇരിക്കട്ടെ, അധിപൻ എന്ന് പറഞ്ഞ അർത്ഥമാണ് മാലിക് യൗമിദ്ദീൻ എന്നതിനുള്ളത്. മാലിക് യൗമിദ്ദീൻ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് അതിന്റെ അർത്ഥം. ഉടമസ്ഥനല്ലേ അടിമകൾക്ക് വിട്ടുതരിക, ഉടമസ്ഥനല്ലേ അടിമകൾക്ക് മാപ്പ് തരിക, ഉടമസ്ഥനല്ലേ അടിമകൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് മാലിക് യൗമിദ്ദീൻ എന്നതും വലിയ അർത്ഥമുള്ള വല്ലാത്ത വാചകം തന്നെ. ഇമാമിങ്ങളതൊക്കെയും വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ വിശദമായി അതിലേക്ക് കടന്നു സംസാരിക്കുന്നില്ല. ആ റബ്ബിന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണല്ലോ ആ ഉടമസ്ഥൻ എത്രയെത്ര കാരുണ്യമാ കാണിക്കുന്നത്. ഇപ്പോൾ അത് പറയാൻ നേരമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോടൊക്കെയും ഓർമ്മപ്പെടുത്തുന്നു. ജനുവരി അവസാനത്തിൽ കുറ്റ്യാടിയിൽ ഒരു 10 ദിവസം വയലു പറയുന്നുണ്ട്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ അവിടെ വന്ന് കേൾക്കൂ. ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പറയാത്ത കാര്യങ്ങൾ ഞാൻ അവിടെ പറയുന്നുണ്ട്. അവിടെ വെച്ച് ഞാൻ വിശദമായി പറയാം. ഒരു സൂചനയ്ക്ക് വേണ്ടി മാത്രം പറയുന്നു. അല്ലാഹു ജല്ല ജലാലുഹു ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ ആവശ്യമായതൊക്കെയും നമ്മളെ പഠിപ്പിച്ചില്ലേ? അവിടെ നമുക്ക് രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ആദ്യം തന്നെ പറഞ്ഞു തന്നില്ലേ? ഇതിന്റെ എല്ലാം പുറമെ നിങ്ങൾ നോക്കൂ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചാൽ വിജയികളുടെ കൂടെ നേരെ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് അതോടുകൂടെ ഒന്നും കൂടി പറഞ്ഞില്ലേ? ലഖ്നൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണമാസന്നമാകുന്നവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയും. എന്തിനാണത്? ഒരാൾ മരിക്കുമ്പോ അയാൾ സ്വർഗത്തിൽ കടക്കുന്ന നിലക്ക് മരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം മറ്റുള്ളവരും ചെയ്യണമെന്നല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? അതല്ലേ മരണമാസന്നമായ സമയത്ത് മനുഷ്യൻ മറന്നുപോകാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ്. കാരണം വേർപാടിന്റെ സമയമാണ്. ദുബായിലേക്ക് മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ച് പോകുന്ന നീ ദുബായിലേക്ക് പോകുന്ന ബേജാറിൽ പാസ്പോർട്ട് മറന്നുപോകാറില്ലേ? ടിക്കറ്റ് മറന്നുപോകാറില്ലേ? അപ്പൊ നിന്റെ സുഹൃത്തുക്കൾ ഇറങ്ങിക്കഴിയുമ്പോ തന്നെ കാറിൽ കയറുമ്പോ തന്നെ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ, ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാറില്ലേ? കാരണം വിട്ടുപിരിയുന്ന സമയം മറതി വല്ലാതെ വരാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ടല്ലേ. എന്നാൽ ലോകത്തെ വിട്ടുപിരിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പോകുന്ന സമയം എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചവരും മറന്നുപോകാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മറ്റുള്ളവർ ചൊല്ലിക്കൊടുത്തിട്ട് നരകത്തിൽ കടക്കാതെ അതാ നിങ്ങളെ സഹോദരന്മാരെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളും പണിയെടുക്കണേ എന്നല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം? അല്ലാഹുവിന്റെ കാരുണ്യം നോക്ക് നിങ്ങൾ. ചില ആളുകൾ അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിന്റെ അർത്ഥവും വിശദീകരണവും ഒന്നും മനസ്സിലാക്കാതെ മനുഷ്യൻ അവനവൻ ചെയ്തത് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ആ ആയത്തിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് ഞാൻ 1-ാം തീയതി പെരിയത്തൂരിൽ വെച്ച് പ്രസംഗത്തിൽ പറയുന്നുണ്ട്. പെരിയത്തൂരിൽ പ്രസംഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ ചിന്തിക്കണം. അപ്പൊ മരിക്കാൻ പോകുന്നവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞു. ഇനി നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യം നോക്കൂ സഹോദരന്മാരെ. അല്ലാഹുവിന്റെ കാരുണ്യം നോക്കൂ. മരിച്ചുപോയ മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങളാ മരിച്ച മനുഷ്യന് വേണ്ടി തസ്ബീഹ് ചൊല്ലുവീൻ. അല്ലാഹുവേ, അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി നീ അദ്ദേഹത്തിന് തോന്നിപ്പിക്കണം. സബ്ബിത്ഹു ഇൻദ സുആൽ, ചോദിക്കുന്ന സമയത്ത് പതറിപ്പോകാതെ സ്ഥിരതയോടെ മറുപടി പറയാൻ തൗഫീഖ് കൊടുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും അല്ലാഹു പറയുന്നത് എന്തിനാണ്? അവനങ്ങ് രക്ഷപ്പെട്ടു പോകാനല്ലേ? മാത്രമാണോ ആ മരിച്ച മനുഷ്യന്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി എന്നിട്ട് ദിക്റും ചൊല്ലി സലാത്തും ചൊല്ലി മരിച്ച മയ്യിത്തിന്റെ പേരിൽ പ്രാർത്ഥിക്കാൻ അല്ലാഹു പറഞ്ഞില്ലേ?
അതല്ലേ മയ്യിത്ത് നിസ്കാരം? അതും മരിച്ച മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള പടച്ചവന്റെ കാരുണ്യം തന്നെയല്ലേ? പക്ഷെ ചിന്തിച്ചില്ല ചില ആളുകൾ. അത് ഞാൻ ആദ്യത്തെ ദിവസം വിവരിച്ചിട്ടുണ്ടല്ലോ. മയ്യിത്ത് നിസ്കാരം എന്ന് പറയുന്നത് തന്നെ മയ്യിത്തിന്റെ പേരിലല്ലേ? തുടക്കം മുതൽ അവസാനം വരെ മയ്യിത്തിന്റെ പേരിലല്ലേ? അപ്പൊ ഒന്നാമത്തെ അല്ലാഹു അക്ബർ എന്ന ദിക്ർ തന്നെ മയ്യിത്തിന്റെ പേരിലല്ലേ? പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം മയ്യിത്തിന്റെ പേരിലല്ലേ? ഫാത്തിഹയും മയ്യിത്തിന്റെ പേരിലല്ലേ? സ്വലാത്തും മയ്യിത്തിന്റെ പേരിലല്ലേ? ദുആയും മയ്യിത്തിന്റെ പേരിലല്ലേ? അങ്ങനെ മയ്യിത്തിന്റെ പേരിൽ ദിക്റും സ്വലാത്തും ഖുർആനും ഒരു ദുആ ചെയ്യാൻ അല്ലാഹു പറഞ്ഞതും ആ മരിച്ച മനുഷ്യൻ രക്ഷപ്പെടാനല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, മരിച്ച മയ്യിത്തിന് ചോദ്യം വരുമ്പോ അതിന്റെ മറുപടികൾ അദ്ദേഹത്തിന് ഓർമ്മയാകാൻ വേണ്ടി തെൽക്കീൻ ചൊല്ലിക്കൊടുക്കണമെന്ന് അതാ ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? ലക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഓർമ്മിപ്പിച്ചു കൊടുക്കൂ, ഈമാനുള്ളവർക്കത് ഫലം ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഈ ആയത്തല്ലേ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു തൽഖീൻ ചൊല്ലുന്നതിന്റെ തെളിവായി ഖുർആനിലെ ഈ ആയത്തല്ലേ അവിടുത്തെ അസ്റുൽ മതാലിബ് എന്ന കിതാബിൽ തെളിവ് ധരിച്ചിട്ടുള്ളത്? അല്ലാഹു പറഞ്ഞതല്ലേ? മറന്നുപോകാൻ സാധ്യതയുള്ള സമയത്ത് ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഖബറിൽ പോയി കിടക്കുമ്പോ, പുതിയ ഒരു ഇരുട്ടിൽ വന്ന് കിടക്കുമ്പോ വല്ലാത്ത മറതിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം, ഉത്തരം നിങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കുകയും വേണമെന്ന് വരെ അല്ലാഹു പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചില്ലേ? പടച്ചവന്റെ കാരുണ്യമല്ലേ? ഇനിയും നിങ്ങൾ